നേരത്തെ വിജയലക്ഷ്മി ഒരു ഇടുക്കി സ്വദേശിയെ വിവാഹം കഴിച്ചിരുന്നു. പിന്നീട് ഭർത്താവുമായി പിണങ്ങി കരുനാഗപ്പള്ളിയിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. അവർക്ക് 2 മക്കളുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അമ്പലപ്പുഴ സ്വദേശിയായ ജയചന്ദ്രനെ പരിചയപ്പെട്ടത്. ജയചന്ദ്രൻ അമ്പലപ്പുഴയിലെ ജയചന്ദ്രന്റെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു വിജയലക്ഷ്മിയോട്. ഇത് കഴിഞ്ഞ് ഇവർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയെന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ഈ അമ്പലപ്പുഴയിലെ കരൂരിലെ ജയചന്ദ്രന്റെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, ഇപ്പോൾ പോലീസിന്റെ പരിശോധന എവിടെയാണ്? ജയചന്ദ്രൻ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യം പരിശോധന നടത്താമെന്നാണോ പോലീസിന്റെ തീരുമാനം? ജയചന്ദ്രൻ്റെ വീടിനോട് ചേർന്ന് മറ്റൊരു വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനായി ഒരു പുരയിടം വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ജയചന്ദ്രൻ്റെ വീടിനോട് ചേർന്ന് ജയചന്ദ്രൻ്റെ വീടിൻ്റെ വടക്ക് വശത്തായിട്ട് മതിലിനോട് ചേർന്നാണ് പോലീസ് നിലവിൽ തിരച്ചിൽ നടത്തുന്നത്, കുഴിയെടുക്കാൻ ആരംഭിച്ചിട്ടുള്ളത്. ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്തുണ്ട്. നമ്മളോട് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവിടെ മൃതദേഹം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ നടത്തുന്നത്. കാരണം 2-3 ദിവസമായിട്ട് ഈ പ്രദേശം പോലീസിൻ്റെ സർവൈലൻസിലാണ്, നിരീക്ഷണത്തിലാണ്. പോലീസ് കരുനാഗപ്പള്ളിയിലെ ഉദ്യോഗസ്ഥർ 2-3 ദിവസമായിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ജയചന്ദ്രൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെയെല്ലാം വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൃതദേഹം ഉണ്ട് എന്ന് ഉറപ്പിച്ച ശേഷമാണ് ഇന്ന് ACP IPS ഉദ്യോഗസ്ഥരെ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ഇപ്പോൾ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാമെന്ന് തോന്നുന്നു. ആ ദൃശ്യങ്ങളിൽ ഉള്ളത്, അതായത് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് മുകളിൽ റൂഫ് ഇടാത്ത 2 നില വീടാണ് ജയചന്ദ്രൻ്റേത്. ആ ജയചന്ദ്രൻ്റെ വീടിൽ നിന്ന് ഒരു 10 അടി അല്ലെങ്കിൽ ഒരു 15 അടി മാറിയാണ് ഈ മൃതദേഹം ഉണ്ട് എന്നുള്ള സംശയിക്കുന്ന സ്ഥലം. അവിടെ മതിലില്ല. ആ ജയചന്ദ്രൻ്റെ വീടിൻ്റെ വടക്കുവശത്തേക്ക് ഇവിടെ ഇറങ്ങി വന്നാൽ ഒരു 20 അടി, മാക്സിമം പോയാൽ ഒരു 20 അടിയാണ് ഉള്ളത്. അതുവഴി വന്ന് ഒരു പക്ഷേ ഇവിടെ കുഴിച്ചിട്ടുണ്ട്. കാരണം ആ ദിവസം ഇവിടെ അടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. അവിടെ ഷഷ്ടി മഹോത്സവത്തിൽ സ്ത്രീകളും ഇവിടുത്തെയുള്ള ആളുകളൊക്കെ സ്ഥിരമായി പോവുകയും അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലത്തിൽ അന്നദാനമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ വൈകുന്നേരം മാത്രമാണ് അവർ മടങ്ങിയെത്തുക. ആ സമയത്തായിരിക്കാം വിജയലക്ഷ്മി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നുള്ളതാണ് സംശയം. ജയചന്ദ്രൻ മത്സ്യത്തൊഴിലാളിയാണ്. മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ട് തന്നെ വെളുപ്പിനെ ജോലിക്ക് പോകും. ഇതിനുശേഷം വൈകുന്നേരമാണ് രാവിലെ പോയാൽ 2-3 ഒക്കെ ദിവസം കഴിഞ്ഞിട്ടാണ് വരിക. സ്വാഭാവികമായിട്ട് തന്നെ കടലിൽ പണി ആയതുകൊണ്ട് തന്നെ വലിയ ക്ഷീണം ഉണ്ടാകുമ്പോൾ അയാൾ അവിടെ കിടന്ന് ഉറങ്ങുകയോ മറ്റോ ആയിരിക്കും ചെയ്യുക. അങ്ങനെ ആളുകളുമായിട്ടൊന്നും അത്ര അടുപ്പമില്ല. കാരണം ഇയാൾ അപ്പുറത്ത് പുറക്കാട് പടിഞ്ഞാറേ വശത്ത് നിന്ന് ഇപ്പുറത്തേക്ക് കിഴക്കേ വശത്തേക്ക് വീട് മാറി പുതിയതായി താമസിക്കാൻ വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുമായിട്ടൊന്നും അത്ര വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷേ ജയചന്ദ്രനെ സംബന്ധിച്ച് ആർക്കും എതിരഭിപ്രായം ഒന്നും ഉണ്ടായിരുന്നില്ല. അയാൾ വീട് നോക്കി ഇച്ചിരി വീടൊക്കെ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റേതെങ്കിലും രീതിയിലുള്ള കുഴപ്പമുണ്ടോ എന്നൊന്നും നാട്ടുകാർ സ്ഥിരീകരിക്കും. കണ്ണൻ നായർ പറഞ്ഞതുപോലെ തന്നെ വിജയലക്ഷ്മിയായിട്ട് പരിചയപ്പെടുന്നത് സമൂഹ മാധ്യമത്തിലൂടെയാണ്. അങ്ങനെ പരിചയമാവുകയും അടുപ്പമാവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലതവണ വിജയലക്ഷ്മി ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിജയലക്ഷ്മിയുടെ ബന്ധുക്കൾക്കും ആ ബന്ധത്തിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകുകയും ഇവരെ 2 കൂട്ടരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സന്തോഷത്തോടു കൂടി പ്രശ്നം രമ്യതയാക്കി ഇരുവരും മാറുകയുമാണ് ചെയ്തത്. പിന്നീടും ഒരുപക്ഷെ ഇവർ ബന്ധം തുടർന്നിട്ടുണ്ടാകാം. അങ്ങനെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് വിജയലക്ഷ്മിയെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും നമ്മൾ മനസ്സിലാക്കുന്നത് വിജയലക്ഷ്മിക്ക് മറ്റാരുമായിട്ടോ ഉള്ള ഒരു ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കമാണ് വലിയ വഴക്കിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതകം നടത്തിയ ശേഷം പോലീസ് നൽകിയ മൊഴി, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിജയലക്ഷ്മിയെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് ജയചന്ദ്രൻ പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ പോലീസ് ആദ്യം പരിശോധന നടത്തുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും അവിടെ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചില്ലെങ്കിൽ മാത്രമായിരിക്കും മറ്റു ഭാഗങ്ങളിലേക്ക് പരിശോധന ഉണ്ടാവുകയുള്ളൂ. രഘുനാഥ് നാരായണനും കണ്ണൻ നായരുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.